Hello, hi, Namaskaram. This is not your usual tech റിവ്യൂ വീഡിയോ, ഒരു യൂസർ റിവ്യൂ പറയുകയാണ്. ഇതുവരെ സാംസങ് S25 Ultra യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴുള്ള എൻ്റെ ഒരു യൂസ് കേസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റിവ്യൂവിൽ സംസാരിക്കുക. സോ ഞാനെന്ന് പറയുന്ന യൂസറിൻ്റെ പ്രിഫറൻസ് എന്താണെന്ന് നിങ്ങളോട് ആദ്യം പറഞ്ഞാലല്ലേ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സാംസങ് ഗാലക്സി S25 Ultra എൻ്റെ കയ്യിൽ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വരുന്നത്. ഇപ്പോൾ 6 മാസം കംപ്ലീറ്റ് ആവുന്നു. ഇനിയിപ്പോൾ S26 Ultra, S26 സീരീസിൻ്റെ ലോഞ്ച് പരിപാടികളൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ ആളുകൾക്ക് സംശയം ഉണ്ടാവും, S25 Ultra വാങ്ങിക്കണോ അതോ S26 Ultra വാങ്ങിക്കണോ, അതോ ഈ ഫോൺ എത്രത്തോളം ബെറ്റർ ആണ് എന്നൊക്കെ. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റുകയാണ്. എനിക്ക് കുറച്ചും കൂടി എൻ്റെ കുറച്ച് യൂസ് കേസ് സംഭവങ്ങൾ നമുക്ക് പറയാം. സോ ഇത് S25 Ultra 256 വേരിയൻ്റ് ആണ്. റാമും പ്രോസസ്സറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ സ്മൂത്ത്നെസ്സിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. എന്ന് വെച്ചാൽ ഒരൊറ്റ തവണ പോലും എനിക്കിത് ഹാങ് ആയിട്ടില്ല, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, ഓവർ ഹീറ്റിങ്ങും ഇഷ്യൂസും ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമാണ് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പേഴ്സണൽ മൊമെൻറ്റ്സിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടി ഇരിക്കുന്ന സമയത്ത് അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ്. വീഡിയോ ക്വാളിറ്റി അടിപൊളിയാണ്. ഇതിൻ്റെ സ്മൂത്ത്നെസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രോസസ്സർ, റാം, പെർഫോമൻസ് ഒക്കെ എനിക്ക് മോർ ദാൻ ഇനഫൈഡ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ നീഡ് എന്തായിരുന്നു എന്നുള്ളത് ക്ലിയർ ചെയ്യാം. ഞാൻ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്നിട്ടാണ് എൻ്റെ വീഡിയോസ് കൂടുതലും ചെയ്യുന്നത്. നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള വ്ളോഗ് പരിപാടികളൊന്നും തന്നെ ഇല്ല. വീട്ടിലിരുന്ന് ഞാൻ എൻ്റെ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും ഞാൻ ക്യാമറ എടുക്കാറുണ്ട്. എങ്കിൽ പോലും ട്രാവലിൽ കുറച്ചും കൂടി ഒരു ലിബർട്ടി ഉണ്ടാവണം. പെട്ടെന്ന് ഷൂട്ട് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ കൊണ്ടാണ് നല്ല ക്യാമറയുള്ള, എന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ക്യാമറയോട് ഈക്വലായിട്ട്, എന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് ഈക്വൽ ആവില്ല, ക്യാമറയും ലെൻസും ഒക്കെ സ്പെസിഫിക്കലി അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ഈക്വൽ ആവില്ലെങ്കിലും നമുക്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെറ്റർ ക്യാമറ വേണം എന്നുള്ളതായിരുന്നു ഒരു കാര്യം. വീട്ടിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ഇപ്പോൾ മറ്റേ 10,000 mAh ബാറ്ററി വരുന്നൊരു ഫോൺ, അത്രയും ഒരു ബാറ്ററി കപ്പാസിറ്റി വേണം എന്നില്ല. മാത്രമല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ പരമാവധിയും ഞാൻ വീടിനകത്ത് തന്നെ AC-യിലാണ് ഇരിക്കുന്നത്. സോ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് ബാധിക്കണമെന്നില്ല. ആൻഡ് ഫോൺ വാങ്ങിച്ച് ഞാൻ ആദ്യം ചെയ്തത് ഇതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാംസങ്ങിൻ്റെ തന്നെ വാറൻറ്റി കവറേജ് എടുക്കുക എന്നുള്ളതാണ്. സാംസങ് കെയർ പ്ലസോ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്, 5000 സംതിങ് ആണ് അതിന് വേണ്ടിയിട്ടായത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ ഗാർഡ് പോവുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ 1.5 ലക്ഷം 1.25 ലക്ഷം രൂപയുടെയൊക്കെ ഫോൺ വാങ്ങിച്ചിട്ട് 200 രൂപയുടെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. അത്യാവശ്യം ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, പിന്നെ ഈ ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന ലൈറ്റിന് പല രീതിയിലാണ്. ഇപ്പോൾ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുമ്പോൾ ആ ലൈറ്റ് മറ്റൊരു ഫിൽറ്ററിൽ കൂടി പാസ് ചെയ്ത് വരികയാണ്. ഞാനൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ സ്ക്രീൻ ഗാർഡിൻ്റെ റിഫ്ലക്ഷൻ കാരണം, ഇതിൽ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷേ സ്ക്രീൻ ഗാർഡിൻ്റെ റിഫ്ലക്ഷൻ കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ അത് പറിച്ച് കളഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ സ്ക്രീൻ ഗാർഡ് ഒരു 1000-1500 രൂപ ആവുമായിരിക്കും. 1-2 പ്രാവശ്യം എൻ്റെയൊക്കെ ഒരു സ്വഭാവം വെച്ച് താഴെ വീണ് എന്തെങ്കിലും പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതൊരു സ്ക്രീൻ ഗാർഡ് വാങ്ങുന്ന പൈസ പരിഗണിക്കുമ്പോൾ 5000 രൂപയ്ക്ക് എനിക്ക് ഏത് തരത്തിലുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാലും, സ്ക്രീൻ തന്നെ പൊട്ടിപ്പോയാലും എനിക്കത് വളരെ കുറഞ്ഞ ചിലവിൽ മാറ്റിയെടുക്കാം എന്നുള്ളതുകൊണ്ട് ഞാൻ ആ പ്രൊട്ടക്ഷൻ കവറേജ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ഗാർഡ് യൂസ് ചെയ്തിട്ടില്ല. ഐ എം വെരി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് ദി ഡിസ്പ്ലേ ആൻഡ് ഈ ടച്ച് ചെയ്യുമ്പോഴുള്ളൊരു ഒരു ഫീൽ ഉണ്ടല്ലോ. ഓഫ് കോഴ്സ് പാടുകളൊക്കെ വരും, എണ്ണമയം വരും, നമ്മൾ തൊടുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ വരും. പക്ഷേ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ ഫോൺ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ചാവർ കണക്കിന് ഫോട്ടോയും വീഡിയോയും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ എടുക്കുക, പിന്നെ പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നാൽ ഷൂട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഓരോരോ ഘടകങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ബാറ്ററി. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിപ്പോൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ആവശ്യത്തിന് ചാർജ് ആവുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോകുന്ന അങ്ങനത്തെ ഒരു പാനിക് സിറ്റുവേഷൻ ഇല്ല. ഒരു ദിവസം രാവിലെ ഞാൻ ഫുൾ ചാർജ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ ഇരിക്കും, എനിക്ക് കോൾ വരും, മെസ്സേജ് വരും. ചിലപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഗ്രാഫിക് ഇൻറ്റൻസ് അല്ലാത്ത കുറച്ച് ഗെയിംസാണ് ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ സ്ക്രീൻ ടൈം കൂടുതലാണ്. അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്ന് ഗെയിം കളിച്ച് കുറേ യൂട്യൂബ് വീഡിയോസും കണ്ട്, പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്നു, അപ്പോൾ 5G വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴും എനിക്ക് ഒരു ദിവസം തീരാറാവുമ്പോഴും ബാറ്ററി മിച്ചമുണ്ടാവും. ഫുൾ ചാർജായിട്ട് നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ 15% താഴേക്കൊക്കെ പോകാൻ എന്തായാലും നല്ല സമയമെടുക്കും. എനിക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. സാംസങ്ങിൻ്റെ തന്നെ അവരുടെ ഒരു കണക്ക് പ്രകാരം ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ എന്തായാലും എനിക്കൊരു ദിവസം കിട്ടുമെന്നാണ് അവർ തന്നെ അതിൻ്റെ ബാറ്ററി സെറ്റിങ്സിൽ പറയുന്നത്. എനിക്കത് കിട്ടുന്നുണ്ട്. ക്യാമറ ഇസ് എക്സലൻറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഇതിൻ്റെ അകത്ത് മറ്റേ ഏറ്റവും വരെ സൂം ചെയ്തു പോകുന്ന ആ പരിപാടിയൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു പരിധി കഴിയുമ്പോൾ ഈ പറയുന്ന 100 അങ്ങനെയൊന്നും പോയി എടുക്കാൻ പറ്റില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം AI ഒക്കെ വെച്ച് അല്ലെങ്കിൽ നോയ്സ് വന്നിട്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു 3x 5x ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു പോർട്രേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും നമുക്ക് സൂക്ഷിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല ഫോട്ടോ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഇതിലെ മെയിൻ ഒരു യൂസ് കേസ്, നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ദൂരെ ഒരു പോസ്റ്ററോ മറ്റോ ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടുള്ള സംഭവമായിരിക്കും, കുറച്ച് ദൂരമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 5x 10x ഇട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണിലൊക്കെ വളരെ വിസിബിളാണ്. ആ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തപ്പോഴും എനിക്ക് നല്ല സ്റ്റേബിളായിട്ടുള്ള നല്ല വീഡിയോ ക്വാളിറ്റി കിട്ടി. നൈറ്റ് ഫോട്ടോസ് നൈറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇവരായിട്ടൊന്ന് വെളുപ്പിച്ച് തരും. അത് ചില സമയത്ത് നമുക്ക് മനസ്സിലാവും നൈറ്റ് മോഡ് ഇട്ട് ഷൂട്ട് ചെയ്താണെന്നുള്ളത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നൈറ്റിലാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് തരുന്നത്. ലോഗിൽ ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല റിസൾട്ടാണ് തരുന്നത്. പക്ഷേ എനിക്കറിയില്ല എത്ര പേര് ലോഗിൽ ഷൂട്ട് ചെയ്യുമെന്ന്. പിന്നെ ഇതുപോലൊരു ഫോൺ എടുക്കുന്ന സീരിയസ് ബയർ ആണെങ്കിൽ, നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലോഗിൽ ഷൂട്ട് ചെയ്ത് നോക്കുമല്ലോ. അങ്ങനെ അല്ലാത്തൊരു യൂസറെ സംബന്ധിച്ച് ലോഗിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കണമെന്നറിയില്ല. പക്ഷേ ലോഗ് ഫുട്ടേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കളർ ഗ്രേഡ് ചെയ്ത് ഇറക്കാൻ പറ്റും. 8K ഉണ്ട്, ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. എന്തിനാണ് എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് M3 Pro മാക്ബുക്ക് പ്രോ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതിൻ്റെ അകത്താണെങ്കിലും ഞാൻ എന്തിന് 8K ഷൂട്ട് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, നമ്മൾ അങ്ങനെ ഒരു യൂസ് ഇല്ലല്ലോ. പിന്നെ ഫീച്ചറുണ്ട്. അതിന് എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ ക്യാമറയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ എനിക്കില്ല. എന്ന് വെച്ചാൽ ഇതിൽ ഇത്രയും ഉണ്ട്, ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തൊരു ഫീച്ചർ, നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഇപ്പോൾ ഒരു മൂവിയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു, ആ സ്ക്രീൻഷോട്ടിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു കളർ പാറ്റേണിൽ, അതായത് അതുപോലത്തെ ഒരു ഫിൽറ്റർ ഇട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഫീച്ചർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലാതെ അതിലധികം ഞാൻ പണിയെടുത്തിട്ടില്ല. ആൻഡ് ഈ ഫോൺ വാങ്ങാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ചില ആളുകൾക്ക് അത് ഇതിന് ഇത്രയും പൈസ കൊടുക്കണമെന്നൊക്കെ തോന്നുമായിരിക്കും. അത് കോൾ റെക്കോർഡിംഗ് ആണ്. എനിക്ക് കോൾ റെക്കോർഡിംഗ് മസ്റ്റാണ്. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന പോലെ നമ്മൾ മൂവി റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൽ എതിരഭിപ്രായങ്ങളുള്ളവരുണ്ടാവും. ഇപ്പോൾ പലരും ഭീഷണിയും പരിപാടിയൊക്കെ ആയിട്ടായിരിക്കും വിളിക്കുക. അപ്പോൾ എനിക്ക് ആ കോൾസ് റെക്കോർഡഡ് ആയിരിക്കണം. എന്നാൽ എല്ലാ കോളും വരുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് വിളിച്ച് പറയാത്ത എനിക്ക് ഒരു സേഫ് സൈഡിന്. പിന്നെ ചില ആൾക്കാർ നമ്മളെ വിളിച്ച് ചില കാര്യങ്ങൾ ഏൽപ്പിക്കും, ഞാനത് മറന്നു പോകും. എനിക്ക് ഈ മറവിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കോൾ റെക്കോർഡ് ഉണ്ടെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്ത് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാറ്. അപ്പോൾ അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. അല്ലായിരുന്നെങ്കിൽ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നൊരു ഫീച്ചർ എനിക്ക് ആവശ്യമില്ലായിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ പ്രൈസിന് ഐഫോണിലേക്ക് പോകില്ലായിരുന്നു. കാരണം വീഡിയോസ് എടുക്കുക എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും വലിയ യൂസ് കേസിന് ഐഫോൺ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതിൽ ഞാൻ പ്രോയിലേക്കൊന്നും പോകില്ല, ഐഫോൺ 17 സ്റ്റിക്ക് ഓൺ ചെയ്തേനെ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എക്കോസിസ്റ്റമാണ് ആപ്പിൾ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒരുപാട് നമുക്ക് തന്നെ കടന്ന് പണിയെടുത്ത് അങ്ങനെയൊന്നുമില്ല. അവിടെ നമ്മുടെ കയ്യിൽ ഒരു ബേസിക് സാധനമുണ്ട്, പക്ഷേ ഇറ്റ്സ് പവർഫുൾ ഇനഫ്. നമുക്ക് എന്ത് ടാസ്ക് വേണമെങ്കിലും ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളിപ്പോൾ S25 Ultra എടുക്കാൻ ആലോചിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസ് കേസ് ഒന്ന് തീരുമാനിക്കുക. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫോൺ ഏതാണെന്ന് നോക്കാമെന്നേ ഞാൻ പറയുള്ളൂ. ഇത്രയും പൈസ കൊടുത്തൊരു ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഒന്ന് ക്ലിയർ ആക്കുക. ഞാൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ഫോൺ എടുക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് നല്ല ഡിസ്പ്ലേ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ OTT-യിലാണെങ്കിലും പല ആളുകൾ ഷോർട്ട് ഫിലിംസ് അയച്ചു തരുമ്പോഴൊക്കെ ആണെങ്കിലും മിക്കവാറും ഞാൻ മാക്കിൽ തന്നെയാണ് കാണുക. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ഫോണിലായിരിക്കും അത് കൺസ്യൂം ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു നല്ല ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണം, അത്യാവശ്യം സ്ക്രീൻ ഏരിയ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫോൺ സെലക്ട് ചെയ്തത്. പക്ഷേ സാഡ്ലി ഇതെടുത്തതിന് ശേഷം എനിക്ക് ഇതുവരെ ഇതിനകത്ത് അങ്ങനെ ഒരു സിനിമ കൺസ്യൂം ചെയ്യേണ്ടി വന്നിട്ടില്ല. ബഹുഭൂരിപക്ഷ സമയത്തും ഞാൻ മാക്കിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്കിൻ്റെ ബാറ്ററി ബാക്കപ്പിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് സിനിമ കാണാനാണെങ്കിലും ഒക്കെ എനിക്ക് ഇതിൽ തന്നെയാണ് സിനിമ കാണാൻ കൂടുതൽ ഇഷ്ടം. ഇതിൻ്റെ സ്പീക്കർ നല്ലതാണ്, ഹെഡ്ഫോൺ ഇല്ലെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് തന്നെ സിനിമ ആസ്വദിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ ഫോൺ വാങ്ങുമ്പോൾ എനിക്ക് ആവശ്യമുണ്ട് എന്ന് കരുതിയ പല കാര്യങ്ങളും എനിക്കിത് വെച്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇറ്റ്സ് എ വെരി 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 ഗുഡ് ഡിസ്പ്ലേ. സൗണ്ടിൻ്റെ കാര്യം, ഇതുപോലൊരു മുറിയിൽ അത്യാവശ്യം സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ. ഇപ്പോൾ എനിക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്പീക്കർ ഫോണിൽ ഇട്ടിട്ട് ഇവിടെ വെച്ചാൽ എനിക്ക് ആ കോർണറിൽ പോയാലും കേൾക്കാൻ പറ്റും, ഓഡിബിളാണ്. അതുപോലെ ഞാൻ പറയുന്നത് അത് ഗ്രാസ്പ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ സ്പീക്കർ അതുപോലെ മൈക്ക് സിസ്റ്റത്തിനെ കുറിച്ച് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും സൗണ്ട് റെക്കോർഡ് ആവുന്നതൊക്കെ അടിപൊളിയായിട്ടാണ്. ഇപ്പോൾ ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ കണ്ടാലും മറ്റേ ഐഫോണിലൊക്കെ കേൾക്കുമ്പോഴുള്ള പോലത്തെ ഒരു തമ്പില്ല, അതായത് നല്ല ബേസ് എലമെൻ്റ് ഇങ്ങനെ അത് കിക്ക് ചെയ്യുന്ന ആ ഒരു ഫീലിലേക്ക് എനിക്ക് അത്രയും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇറ്റ്സ് വെരി ഡീസൻറ്റ്. നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സ് തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് ലൗഡ് ഇനഫ്. ഇതുപോലത്തെ ഒരു ചെറിയ റൂമിന്, എൻ്റെ ഒരു കുഞ്ഞു റൂമാണ്, ഈ റൂമിന് ഈ ഒരു ഫോൺ മതി. പിന്നെ ഞാൻ കൂടുതലും ഫോൺ സൈലൻറ്റിലാണ് ഇടുക. നമ്മൾ തിയേറ്ററിൽ പോകുന്ന സമയത്താണെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഈ ജംബോ സ്പീക്കേഴ്സ് കൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് സൗണ്ടൊന്നും അങ്ങനെ കേൾക്കാറില്ല. പക്ഷേ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ടോട്ടൽ എഫക്റ്റ് എനിക്കിഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചാർജർ വരുന്നില്ലായിരുന്നു. ഞാനൊരു 45 വാട്ടിൻ്റെ
സാംസങ്ങിൻ്റെ തന്നെ ചാർജറാണ് ഇതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്തത്. അത് വെച്ചിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് ആവുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ കൂടെ ഒരു 65 വാട്ടിൻ്റെ മറ്റൊരു ചാർജറും കൂടി ഞാൻ മുമ്പ് വാങ്ങിച്ചതുണ്ട്. അപ്പോൾ അതിൽ കണക്ട് ചെയ്യുമ്പോഴാണെങ്കിലും സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ രണ്ടിലും മാറി മാറി കണക്ട് ചെയ്യും. ഇതിൽ എത്ര സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ചാർജ് കുറവാണെങ്കിൽ കുറച്ച് നേരം കുത്തിയിട്ടിട്ട് എടുക്കുമ്പോഴേക്കും അത്യാവശ്യം 1, 2, 3 മണിക്കൂറൊക്കെ എനിക്ക് ഒരു ടെൻഷനും അടിക്കാതെ ഉപയോഗിക്കാൻ പറ്റും. ചിലപ്പോൾ വൈകുന്നേരം വരെ ഓടാനുള്ള ബാറ്ററി ചാർജ് ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഞാൻ കൂടുതൽ സമയം വീട്ടിലാണ് ഇരിക്കുന്നത്, അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഷനില്ല. പിന്നെ താഴെ വീഴുക, പൊട്ടുക, വളയുക, ഞെക്കുക എന്നൊക്കെ പറയുന്നത് പോലത്തെ ഇഷ്യൂസ് ഇതുവരെ ഇതിൽ സംഭവിച്ചിട്ടില്ല. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കേസാണ് ഞാൻ വാങ്ങിച്ചിട്ടത്. ഡെയിലി ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കേസാണ് ഇപ്പോൾ ഇതിലിട്ടിട്ടുള്ളത്. സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് വാറണ്ടി എടുത്തിട്ടുണ്ട്. ഇതുവരെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സ്ക്രീനിൽ നമ്മൾ തൊടുമ്പോൾ ഓഫ് കോഴ്സ് ആ കൈയുടെ വിരലിൻ്റെ ഒക്കെ പതിയും, പക്ഷേ ജസ്റ്റ് ഒരു തുണിയെടുത്ത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. പിന്നെ ഞാനിതിങ്ങനെ വളയ്ക്കാതിരിക്കുക, ഒടിക്കുക എന്ന് പറയുന്ന പോലത്തെ പരിപാടികളൊന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല. എങ്ങാനും ഒരു സിറ്റുവേഷൻ വന്നാൽ സേഫ് ആയിരിക്കുക എന്നുള്ളതാണ് ഒരു ഫോണിന് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ജെറിറൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ വളച്ച് നോക്കിയിട്ട് ഇത് അങ്ങനെ ഡ്യൂറബിൾ ആണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ. എനിക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്ന ഫീച്ചർ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഏത് ഫോണാണെങ്കിലും അത് കിട്ടിയാൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വളഞ്ഞാൽ ഒടിയുമോ തിരിഞ്ഞാൽ ഒടിയുമോ, നിങ്ങളങ്ങനെ വളയ്ക്കാതെയും ഒടിക്കാതെയും കൊണ്ടു നടക്കണം. അതിനാണല്ലോ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത്. എന്തായാലും ഈ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഇങ്ങനെ നിന്നോളും. അങ്ങനെ ടോപ്പ് ഹെവി എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് 16 ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ എപ്പോഴും അപ്ഡേറ്റുകൾ ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യും. പല ആളുകൾക്ക് അപ്ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ പേടിയാണ്, ഗ്രീൻ ലൈൻ വരുമോ എന്നൊക്കെ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോണിലും ഞാൻ അങ്ങനെ അപ്ഡേറ്റ് വൈകിച്ചിട്ടില്ല. അപ്ഡേറ്റ് വരുമ്പോൾ ചെയ്താണ് പോകുന്നത്. സാംസങ്ങിൽ S25 അൾട്രയിൽ എനിക്കിതുവരെ ഗ്രീൻ ലൈൻ ഇഷ്യൂ അല്ലെങ്കിൽ അപ്ഡേറ്റ് കാരണം സ്ലോ ആവുമോ അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ആൻഡ് AI കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ജെമിനി AI ആണ് യൂസ് ചെയ്യുന്നത്. ഈ AI വെച്ചുകൊണ്ട് ഫോട്ടോസ് ക്ലിയർ ചെയ്ത് പോകുക എന്ന് പറയുന്നത് 1-2 സിറ്റുവേഷൻസിൽ ചെയ്തിട്ടുണ്ട്. ഒരാളെ നിർത്തി ഫോട്ടോ എടുക്കുമ്പോൾ വേറെ ആൾക്കാരുണ്ടെങ്കിൽ മായ്ക്കുക എന്നുള്ളത്. പിന്നെ ഒരു കഥകളി ആർട്ടിസ്റ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. രാത്രിയായിരുന്നു, പുള്ളി ഒരു ലോറിയിലാണ് ചാരിയിരുന്നത്. അപ്പോൾ എനിക്ക് ആ പുറകിലെ ലോറി വേണ്ട, ഞാനത് മായ്ക്കാൻ കൊടുത്തപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത അത്രയും ഗംഭീരമായിട്ട്, എന്ന് വെച്ചാൽ പുള്ളിയുടെ പുറകിൽ ഇപ്പുറത്തെ സൈഡിലൊരു മതിലിൻ്റെ കഷ്ണമുണ്ട്. ആ കഷ്ണം വെച്ച് ഫില്ല് ചെയ്തിട്ട് ആക്ച്വലി ആ ലോറി അവിടുന്ന് മാറ്റി പാർക്ക് ചെയ്തതുപോലെ ആക്കി തന്നു. അതുകൊണ്ട് AI കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരാവശ്യം വന്നപ്പോൾ അത് അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ ഇനിയും അത് അങ്ങനെ തന്നെ വർക്ക് ചെയ്യും. കാര്യം അത്രയും ലൈറ്റ് കുറവുള്ളൊരു സമയത്ത് അങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് നല്ല ലൈറ്റുള്ള സമയത്ത് ഇറ്റ് ക്യാൻ ഡു വണ്ടേഴ്സ്. ആൻഡ് ഞാൻ കൂടുതലും ജെമിനി AI ആയിട്ടാണ് സംസാരിക്കാറുള്ളത്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് തുടരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഒത്തിരി ഫീച്ചേഴ്സ് അതിലൊരു 90% ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയൊന്നും ആവില്ല. കാരണം അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇതിലെ S Pen ആണ്. S Pen ഇതിനകത്തിരുന്ന് പൊടി പിടിക്കുമോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം അത്രയും പോലും ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതുമ്പം ഈ അക്ഷരങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. അപ്പം ഭയങ്കര സ്പീഡിൽ എഴുതി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിൽ ഞാൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് അറ്റ് എ ടൈം 2 അക്ഷരമൊക്കെയാണ് ഒരു ലൈനിൽ എഴുതാൻ പറ്റുക. അതൊരു പ്രശ്നം. പിന്നെ ഈ AI വെച്ച് വരയ്ക്കാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ഈ പറയുന്ന S Pen അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതിനകത്ത് മറ്റേ കണക്ടിവിറ്റി പരിപാടിയൊന്നും വരുന്നില്ലാത്തതുകൊണ്ട്, അതായത് നമുക്ക് റിമോട്ടായിട്ട് ഇപ്പം ട്രൈപോഡിൽ ഇതങ്ങനെ വെക്കുന്നു, അപ്പോൾ നമുക്ക് റിമോട്ടായിട്ട് ഈ S Pen കയ്യിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്ന ഫീച്ചർ ഇപ്രാവശ്യത്തെ S Penൽ ഇല്ല. അത് S26 അൾട്രയിലും വരുന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് അങ്ങനെ ഊരേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്കൊരു ജാടക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നൊക്കെ നോക്കും, സാധനമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ, എന്ന് വെച്ചാൽ ഞാൻ 4Kയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നമ്മൾ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഇട്ടിട്ടാണ് ഞാൻ മാക്കിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അതെനിക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ കിട്ടുന്നുണ്ട്. വൈഫൈയിൽ അത്യാവശ്യം നല്ല സ്പീഡാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മോഡം നല്ലതാണ്. സ്നാപ്ഡ്രാഗൺ 888ൻ്റെ മോഡം ഇസ് സോ ഗുഡ്. അപ്പോൾ നമുക്ക് വൈഫൈ ആണെങ്കിലും ഇൻ്റർനെറ്റ് സ്പീഡാണെങ്കിലും എല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കിട്ടുന്നത്. കോൾ ക്വാളിറ്റിയും നല്ലതാണ്. അപ്പുറത്തെ സൈഡിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ സൗണ്ട് റീച്ച് ആവുന്നുണ്ട്. നമുക്കും നല്ല രീതിയിൽ തന്നെ ഇത് ഓഡിയബിളാണ്. പിന്നെ സാംസങ് വാലറ്റ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഈ ഫോൺ മാറ്റാണ്. നിങ്ങൾ S26 അൾട്ര എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ S25 അൾട്ര കയ്യിലിരിക്കുന്ന ഒരാളാണെങ്കിൽ മാറണമെന്ന് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. ഒന്നാമത് ഇത് ഒത്തിരി പൈസയുടെ പരിപാടിയാണ്. നിങ്ങളുടെ കയ്യിൽ കുറേ കാശൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് വാങ്ങാം, അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ അല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇതിൽ നിന്ന് അതിഭീകരമായൊരു ജമ്പ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നമുക്ക് ആ ജമ്പ് വേണ്ടതെന്നാണ്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാ ഗെയിംസും ഏറ്റവും സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണിത്. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണിത്. ഇതുള്ളപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ S26 അൾട്രയിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇനി S26
അൾട്ര ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോൾ S25 അൾട്രയ്ക്ക് വില കുറയും എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ ഒരു കണക്ക് വെച്ചിട്ട്. കാര്യം ഞാൻ ഈ ഫോൺ വാങ്ങാൻ പോകുന്ന സമയത്ത് S24 അൾട്രയ്ക്ക് 72,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കാർഡിൻ്റെ ഓഫർ കൂടി കഴിയുമ്പോൾ പിന്നെയും കുറയുമായിരുന്നു. പക്ഷേ ഉള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ S25 അൾട്ര എടുക്കുന്നത്. ഇനിയിപ്പോൾ S26 അൾട്ര ഇറങ്ങിയ ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ വിലയും 72, ഇതിൻ്റെ പകുതിയിൽ താഴേക്കൊക്കെ പോകും. അങ്ങനെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ, സാംസങ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്തിട്ട് S25 അൾട്ര വാങ്ങിച്ചാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് എന്ത് പെർഫോമൻസ് ആണ്, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഈ ഫോൺ ഞാൻ കീപ്പ് ചെയ്യുകയാണോ ഒഴിവാക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോൺ മാറ്റുകയാണ്. ഇതിന് മുമ്പ് ഞാൻ S22 അൾട്രയാണോ 3 അൾട്രയാണോ ഏതോ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് അതും ഇതേപോലെ മാറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ സിമിലർ കാര്യങ്ങളിൽ പലതും ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ ഇത് ഭയങ്കര വലുതാണ് എന്നുള്ളതാണ്. സ്ക്രീൻ സൈസ് നിങ്ങളുടെ കൈ ചെറുതാണെന്നുണ്ടെങ്കിൽ, എല്ലാവരുടെയും വിരലിന് അധികം നീളം വരണമെന്നില്ലല്ലോ. അപ്പം നിങ്ങളുടെ കൈ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഭയങ്കര ഫോണായിട്ട് ഫീൽ ചെയ്യും. കവർ ഇല്ലാതെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓക്കെ ടു ഹോൾഡ്. എൻ്റെ വിരലുകളുടെ നീളം വെച്ചിട്ട് ഇറ്റ്സ് ഓക്കെ ടു ഹോൾഡ്. പക്ഷേ ഇത് കവറില്ലാതെ കൊണ്ടു കിടക്കുക എന്ന് പറഞ്ഞാൽ താഴെ വീണ അവിടെ ഇവിടെയൊക്കെ ഒടിവും ചതവൊക്കെ വന്നതിൻ്റെ വില കുറയില്ലേ നമ്മളിത് എപ്പോഴെങ്കിലും വിൽക്കുകയോ മാറ്റുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്? മാത്രമല്ല ഇതിൻ്റെ ഭംഗി പോകും. നമ്മൾ ഇത്രയും പൈസ കൊടുത്തൊരു സാധനം വാങ്ങിച്ചിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? ഇനി താഴെ വീണിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സാധനം ചളങ്ങി പോയി കഴിഞ്ഞാൽ അതുമായിട്ട് ഞാൻ നടക്കട്ടെ? എനിക്ക് അങ്ങനെ കൊണ്ടു കിടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കൊള്ളാവുന്നൊരു കേസ് വാങ്ങിച്ചിട്ടു. പക്ഷേ കേസ് വാങ്ങിച്ചിടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ വലിപ്പം ക്രമാതീതമായിട്ട് ഉയരും എന്നുള്ളതാണ്. ഞാൻ തിയേറ്ററിലേക്കൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ പോക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പോക്കറ്റായിരിക്കും. അല്ലെങ്കിൽ ഇതിട്ട് കഴിയുമ്പോൾ പാൻറ്റ് അങ്ങനെ പോകുമെന്ന് പറയുന്ന പോലെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഈ കവറും കൂടി വരുമ്പോൾ വരുന്നൊരു വെയിറ്റ്. അപ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇതിങ്ങനെ ഇറങ്ങി പോകുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ട്. കൈ പിടിച്ചുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും വലിയൊരു സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നത്, എനിക്കൊരു ചെറിയ ഫോണൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള ഫോൺ iPhone 13 മിനിയാണ്. അതിപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത്രയും ചെറുത് കിട്ടുമെങ്കിൽ അത്രയും ചെറുത്. പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല വീഡിയോ എടുക്കാൻ പറ്റണം, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റണം. പെട്ടെന്നൊരു സിനിമയോ മറ്റോ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല ക്വാളിറ്റി ഒരു ഡിസ്പ്ലേ വേണം. പക്ഷേ ചെറുതായിരിക്കണം, എന്നാൽ നല്ല ബാറ്ററി ബാക്കപ്പ്, നമ്മൾ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു കോമ്പാക്റ്റ് ഫോൺ ഞാൻ ഈ ഫോൺ വാങ്ങുന്ന സമയത്ത് അത്ര ഇല്ലായിരുന്നു. വിവോയുടെ X200 FE ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ക്യാമറ ബമ്പിൻ്റെ ഒരു പുറത്തേക്കുള്ള നിപ്പൊക്കെ കാരണം എനിക്ക് എന്തുകൊണ്ടോ അത് എടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. X200 അൾട്ര എനിക്കൊരു താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ഇതുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും പിന്നെ ആ സമയത്ത് എനിക്ക് കുറച്ചും കൂടി വിശ്വസനീയമായി തോന്നി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സാംസങ്ങിലേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ഫോണിൽ നിന്ന് സ്വിച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഓപ്പോയുടെ Find X9 Pro അല്ലല്ലോ, അതിൻ്റെ മിനി ഉണ്ട്. അതുപോലെ വിവോ X300 ഉണ്ട്. എനിക്ക് OnePlusൻ്റെ 13S ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് കോമ്പാക്റ്റ് ഫോണുകളുണ്ട്, നല്ല പെർഫോമൻസ് തരുന്ന കോമ്പാക്റ്റ് ഫോണുകളുണ്ട്. അക്കൂട്ടത്തിൽ ക്യാമറയ്ക്ക് കൂടി ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്കിപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഫോണുകളിൽ ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടുള്ളൊരു ഫോൺ വിവോയുടെ X300 ആണ്. അത് ഞാൻ ഷോപ്പിൽ പോയി നോക്കി. ഓൺലൈനിൽ വാങ്ങിക്കുന്നതിന് മുമ്പ് ഷോപ്പിൽ പോയി നോക്കണമല്ലോ. അങ്ങനെ കയ്യിലൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. നല്ല ബാറ്ററിയാണ്, നല്ല ക്യാമറയാണ്, നമ്മൾ ഈ പറയുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വിവോ അവരുടെ സർവീസ് ബെറ്ററാണ് എന്നുള്ള രീതിയിൽ ഞാൻ പല സ്ഥലത്തുനിന്നും കേട്ടു. ഇനിയിപ്പോൾ ഞാനത് ഉപയോഗിച്ച് തുടങ്ങി എന്തെങ്കിലും സർവീസ് സെൻറ്ററിൽ പോകേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. പക്ഷേ നിലവിൽ എനിക്ക് വിവോയുടെ X300 അതൊരു പ്രീമിയം കസ്റ്റമർ എന്നുള്ളൊരു ടാഗിൽ അവർ ആ സാധനം നമുക്ക് തരുമ്പോൾ നല്ല സർവീസ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ കംപ്ലയിൻസും കാര്യങ്ങളും കേട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് വിവോ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതുവരെ വിവോയുടെ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു പ്രൈമറി ഡിവൈസ് ആയിട്ട് കൊണ്ടു നടന്നിട്ടില്ല. ഇടയ്ക്ക് സുഹൃത്തുക്കളുടെ മറ്റേ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആംഗിളിൽ ഞാൻ അതിലേക്കാണ് സ്വിച്ച് ചെയ്യുന്നത്. അതൊരു ഡൗൺ ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ യൂസ് കേസിൽ എനിക്ക് കുറച്ചും കൂടി പോർട്ടബിളായി എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ഒരു ഫോൺ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആ ഫോണിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു വലിയ സ്ക്രീൻ വേണം, നിങ്ങൾ ഗെയിം കളിക്കുന്ന ആളാണ്, നിങ്ങൾ ഒരുപാട് OTT കണ്ടൻറ്റൊക്കെ ഫോണിൽ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ, നല്ല ക്യാമറ നിങ്ങളുടെ പ്രയോറിറ്റി ആണെങ്കിൽ, തരക്കേടില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് 5000 mAh ബാറ്ററി ഒരു ഫുൾ ഡേ കിട്ടുക, അതായത് ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഡേ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അത്യാവശ്യം ഭേദപ്പെട്ടൊരു യൂസിൽ നിങ്ങൾക്കൊരു ഫുൾ ഡേ ഒക്കെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന നല്ലൊരു ഫോൺ അതിൻ്റെ ഒരു പ്രീമിയം ബഡ്ജറ്റിൽ വാങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങിക്കാം. S23 ആണ്, അതായത് സാധാ S23 ആണ് ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ. ഐ വാസ് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് ഫോൺ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് അതിൻ്റെ ചെറിയ സൈസായിരുന്നു. ഇതിലേക്ക് വരുമ്പം ഐ എം എൻജോയിങ് ദിസ് ഫോൺ. പക്ഷേ
നമുക്ക് കുറച്ചും കൂടി പോർട്ടബിൾ ആയിട്ടുള്ള, പിന്നെ ഒരു യൂസ് കേസ് പറഞ്ഞില്ല, എനിക്ക് കമൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് വലിയ സ്ക്രീനിലാണെങ്കിൽ നമുക്ക് എല്ലാം വായിക്കുക, റിപ്ലൈ അയക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്നുള്ളതും വലിയൊരു സ്ക്രീൻ എടുക്കാനുള്ളൊരു കാരണമായിരുന്നു. പക്ഷേ ഈ ഫോൺ വാങ്ങിച്ചിട്ട് എനിക്ക് ഇതുവരെ പ്ലാൻ ചെയ്ത യൂസിൽ പലതും വന്നിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ S25 Ultra എടുക്കരുതെന്ന് പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയൊന്നുമല്ല. ഞാൻ എന്ന് പറയുന്ന സ്പെസിഫിക് യൂസറിൻ്റെ ഒരു യൂസർ റിവ്യൂ എന്താണെന്നുള്ളത് മാത്രമാണ് സംസാരിക്കുന്നത്. അതർവൈസ് ഈ ഫോൺ എടുക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫോൺ ഫോർ അടിപൊളി ഫോട്ടോസ് ആൻഡ് അടിപൊളി പെർഫോമൻസ്. സൈസ്, കൊണ്ടുനടക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പരിഗണിക്കുമ്പോഴാണ് ഞാൻ സ്വിച്ച് ചെയ്യുന്നത്. അത്രയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മുടെ X300 വരുന്നുണ്ട്, അതിൻ്റെ അൺബോക്സിങ്ങും മറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് ഞാൻ യൂസ് ചെയ്ത് വെച്ച എന്തെങ്കിലും സംശയങ്ങൾ ഇനി അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ, ഞാൻ പറ്റുന്നതിനൊക്കെ മറുപടി തരാം. അപ്പോൾ ശരി.